എല്ലാവർക്കും എൻ്റെ അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മീൻകറി ഉണ്ടാക്കുന്ന വിധമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിന്നിവിടെ കറി വയ്ക്കാൻ വേണ്ടി എടുത്ത മീൻ സിലോപ്പിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ മീനൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മീനൊന്ന് വൃത്തിയാക്കണ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് എന്തെങ്കിലും ഒഴിച്ച് ഒന്ന് കഴുകി എടുത്താൽ ആ മീനിൻ്റെ ഉളുമ്പ് നാറ്റൊന്ന് പോയി കിട്ടും. ഇനി പിന്നെ പുളി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ 3 കഷ്ണം കുടംപുളി ഒന്ന് മുറിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഞാനിവിടെ കുടംപുളി ഇട്ട് മീൻ കറി വെക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പുളി നന്നായി തിളപ്പിച്ചെടുക്കും. ഇതിവിടെ കിടന്ന് തിളച്ച് വേവട്ടെ. ആ സമയം നമുക്ക് മീൻ കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാൻ 2 മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി, പിന്നെ 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളിയും ചതച്ചെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇത്രയാണ് നമുക്ക് കറി വെക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനി സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വാടി വരാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ലേശം ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇതും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമ്മൾ ഇങ്ങനെ മീൻ കറി വെക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവരുത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വേണം. അപ്പോൾ നമ്മുടെ ഈ മസാല നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. മീൻ കറിയൊക്കെ നമ്മളെപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കറിക്ക് നല്ല രുചി ഉണ്ടാവുക. എൻ്റെ ചട്ടി പൊട്ടിപ്പോയി. ഞാൻ അതുകൊണ്ടാണ് അലുമിനിയം ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളകും പൊടി ഞാൻ ലേശം എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ ഒരു 1/4 സ്പൂണേ മുളകും പൊടി എടുത്തിട്ടുള്ളൂ. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നല്ല മൂത്തൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കുടംപുളി തിളപ്പിക്കാൻ വെക്കുന്നതിന് മുമ്പ് നന്നായി കഴുകണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ മണലിൻ്റെ തരി ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് കുറച്ച് ഒരു പെരുംജീരകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കണം. അങ്ങനെ അത് രണ്ടും ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. മീൻ കറി വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു പരന്ന പാത്രമാണ് എടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ മീനൊന്നും ഉടഞ്ഞു പോവാതിരിക്കും. മറ്റേത് ഇങ്ങനെ ചെറിയ പാത്രമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി കിടന്നല്ലേ വേവുക. ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ കൊണ്ടൊന്നും ഇളക്കണില്ല. ഈ ചട്ടിനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് മല്ലിയില ഇട്ട് സ്റ്റൗ ഓഫാക്കി ഞാനിത് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുകയാണ്. അങ്ങനെ മീൻ കറി റെഡിയായി. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇതുപോലുള്ള മീൻ കറി നമുക്ക് സാധാരണ കിട്ടുന്ന ഏത് മീൻ വെച്ചിട്ടും ഇതുപോലൊരു കറി തയ്യാറാക്കാം. അപ്പോൾ ഇത് തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.